സൂക്ഷ്മജീവികൾ. സൂക്ഷ്മജീവികളെക്കുറിച്ചുള്ള പഠനം എങ്ങനെ അറിയപ്പെടുന്നു? മൈക്രോബയോളജി. രോഗകാരികളായ സൂക്ഷ്മജീവികൾ മൂലമാണ് സാംക്രമിക രോഗങ്ങൾ ഉണ്ടാവുന്നതെന്ന് കണ്ടുപിടിച്ച ശാസ്ത്രജ്ഞനാര്? ലൂയി പാസ്ചർ. മൈക്രോബയോളജിയുടെ പിതാവ് എന്നറിയപ്പെടുന്നതാര്? ലൂയി പാസ്ചർ. ആദ്യത്തെ മൈക്രോബയോളജിസ്റ്റ് ആയി അറിയപ്പെടുന്നതാര്? അറ്റോണി വാൻ ലീവൻഹോക്ക്. ഭൂമിയിൽ ഏറ്റവും വ്യാപകമായി കാണപ്പെടുന്ന ജീവിവർഗം ഏത് സൂക്ഷ്മജീവികളാണ്? ബാക്ടീരിയകൾ. ബാക്ടീരിയത്തെ മൈക്രോസ്കോപ്പിലൂടെ ആദ്യമായി നിരീക്ഷിച്ച ശാസ്ത്രജ്ഞനാര്? അറ്റോണി വാൻ ലീവൻഹോക്ക്. ബാക്ടീരിയയുടെ ശരാശരി വലിപ്പം എത്ര? 0.3 മൈക്രോൺ മുതൽ 2 മൈക്രോൺ വരെ. ഒരു മൈക്രോൺ എന്നത് എത്ര മില്ലിമീറ്ററാണ്? 0.001 മില്ലിമീറ്റർ. ബാക്ടീരിയ എന്ന വാക്കിൻ്റെ അർത്ഥം എന്ത്? ചെറിയ വടി. ബാക്ടീരിയയ്ക്ക് ആ പേര് നിർദ്ദേശിച്ച ശാസ്ത്രജ്ഞനാര്? ക്രിസ്റ്റ്യൻ ഹോട്ട്ഫ്രൈഡ് എഹ്റൻബർഗ്. ഏകകോശ ജീവികൾക്ക് ഉദാഹരണമേത്? ബാക്ടീരിയകൾ. ബാക്ടീരിയകൾ പെരുകുന്നത് ഏത് പ്രക്രിയയിലൂടെയാണ്? ദ്വിവിഭജനം. ബാക്ടീരിയയ്ക്ക് ഒരു തവണ വിഭജിക്കാൻ ശരാശരി എത്ര സമയം വേണം? 20 മിനിറ്റ്. ബാക്ടീരിയകൾ ഏറ്റവും വേഗത്തിൽ പെരുകാൻ അനുയോജ്യമായ താപനില ഏത്? 37 ഡിഗ്രി സെൽഷ്യസ്. ബാക്ടീരിയകൾ പെരുകുന്നത് നിലയ്ക്കുന്ന താപനില ഏത്? 0 ഡിഗ്രി സെൽഷ്യസ്. സാധാരണയായി എത്ര ഡിഗ്രി സെൽഷ്യസിൽ ചൂടാക്കുമ്പോഴാണ് ബാക്ടീരിയകൾ നശിക്കുന്നത്? 100 ഡിഗ്രി സെൽഷ്യസ്. 100 ഡിഗ്രി സെൽഷ്യസ് ചൂടിലും നശിക്കാത്ത ബാക്ടീരിയകൾ എങ്ങനെ അറിയപ്പെടുന്നു? എൻഡോസ്പോറുകൾ. ഉപ്പുവെള്ളത്തിൽ കാണപ്പെടുന്ന ബാക്ടീരിയകളേവ? ഹാലോഫൈലുകൾ. തെർമോ അസിഡോഫൈൽ എന്നറിയപ്പെടുന്ന ബാക്ടീരിയകൾ കാണപ്പെടുന്നത് എവിടെ? ചൂട് നീരുറവകളിൽ. വസ്തുക്കൾ പുളിക്കാനും അഴുകാനും കാരണമാവുന്ന സൂക്ഷ്മജീവികളേവ? ബാക്ടീരിയകൾ. നീന്തി നീങ്ങാൻ ബാക്ടീരിയത്തെ സഹായിക്കുന്ന അവയവമേത്? ഫ്ലാഗെല്ല. ശരീരഗന്ധം ഉണ്ടാവുവാൻ കാരണം ഏത് സൂക്ഷ്മജീവികളാണ്? ബാക്ടീരിയ. ഏറ്റവും വലിയ ബാക്ടീരിയ ഏതാണ്? തിയോമാർഗരിറ്റ നബീബിയൻസിസ്. നഗ്നനേത്രങ്ങൾ കൊണ്ട് കാണാനാവുന്ന ബാക്ടീരിയകളേവ? തയോമാർഗരിറ്റ നബീബിയൻസിസ്. ബാക്ടീരിയ മൂലമുള്ള ഭക്ഷ്യവിഷബാധ എങ്ങനെ അറിയപ്പെടുന്നു? ബോട്ടുലിസം. മണ്ണിൽ ജീവിക്കുന്ന ബാക്ടീരിയ ഏത്? മിക്സോബാക്ടീരിയ. ആനിമൽ ക്യൂൾസ് എന്ന് തുടക്കത്തിൽ നാമകരണം ചെയ്യപ്പെട്ട സൂക്ഷ്മജീവികളേവ? ബാക്ടീരിയകൾ. ഗോളാകൃതിയുള്ള ബാക്ടീരിയകൾ ഏതിനത്തിൽ പെടുന്നു? കോക്കസ് വിഭാഗം. ന്യൂമോണിയ, കൺകുരു, തൊണ്ടകാറൽ എന്നിവയ്ക്ക് കാരണം ഏതിനം ബാക്ടീരിയകളാണ്? കോക്കസ് ബാക്ടീരിയകൾ. ദണ്ടിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയകളേവ? ബാസിലസ് ബാക്ടീരിയകൾ. ക്ഷയം, ടെറ്റനസ്, ടൈഫോയിഡ് എന്നിവയുണ്ടാക്കുന്നത് ഏതിനം ബാക്ടീരിയകളാണ്? ബാസിലസ്. കോമയുടെ ആകൃതിയുള്ള ബാക്ടീരിയകളേവ? വിബ്രിയോ ബാക്ടീരിയ. കോളറ, ഗ്യാസ്ട്രോ എൻറിറിറ്റിസ് എന്നിവയ്ക്ക് കാരണം ഏതിനം ബാക്ടീരിയകളാണ്? വിബ്രിയോ ബാക്ടീരിയകൾ. സ്പ്രിങ്ങിൻ്റെ ആകൃതിയിലുള്ള ബാക്ടീരിയ ഇനമേത്? സ്പൈറില്ല ബാക്ടീരിയ. സിഫിലിസ് രോഗം ഏതിനം ബാക്ടീരിയ മൂലമാണ്? സ്പൈറില്ല. പാൽ പുളിപ്പിച്ച് തൈരാക്കുന്നത് ഏതിനം ബാക്ടീരിയയാണ്? ലാക്ടോബാസിലസുകൾ. സ്വയം വിഭജിച്ച് പെരുകാൻ അനുകൂലമില്ലാത്ത സാഹചര്യത്തിൽ ബാക്ടീരിയകൾ ഏതു രൂപം പ്രാപിക്കുന്നു? എൻഡോസ്പോർ. എൻഡോസ്പോർ രൂപം പ്രാപിക്കാനാവുന്ന ബാക്ടീരിയ ഇനങ്ങളേവ? ബാസിലസ്, ക്ലോസ്ട്രിഡിയം. എൻഡോസ്പോറുകളെ നശിപ്പിക്കുവാൻ ആശുപത്രികളിൽ ഉപയോഗിക്കുന്ന ഉപകരണമേത്? ഓട്ടോക്ലേവ്.
ജീവകോശങ്ങളിൽ ജീവന്റെ ലക്ഷണവും പുറത്തായിരിക്കുമ്പോൾ അചേതന സ്വഭാവവും പ്രകടിപ്പിക്കുന്ന സൂക്ഷ്മജീവികളേവ. വൈറസുകൾ. വൈറസ് എന്ന ലാറ്റിൻ വാക്കിന്റെ അർത്ഥമെന്ത്? വിഷം. ഒരു ന്യൂക്ലിക് അമ്ലവും അതിനു ചുറ്റും മാംസ്യ ആവരണവും ചേർന്ന ലഘുഘടനയുള്ള സൂക്ഷ്മജീവികളേവ. വൈറസുകൾ. ബാക്ടീരിയകളെ ഉപയോഗിച്ച് വംശവർധന നടത്തുന്ന വൈറസുകളേവ. ബാക്ടീരിയോഫേജ്. വൈറസുകളെ പറ്റി പഠിക്കുന്ന ശാസ്ത്രശാഖ ഏത്? വൈറോളജി. വൈറസുകളുടെ സാധാരണ വലിപ്പം എത്ര? 20 നാനോമീറ്റർ മുതൽ 1400 നാനോമീറ്റർ വരെ. 1892 ആദ്യമായി വൈറസുകളെ കണ്ടെത്തിയ റഷ്യൻ സസ്യശാസ്ത്രജ്ഞനാര്? ദിമിത്രി ഇവാനോവ്സ്കി. വൈറസുകൾക്ക് ആ പേര് നൽകിയ ശാസ്ത്രജ്ഞനാര്? മാർട്ടിനസ് ബെയ്ജറിങ്ക്. ബാക്ടീരിയകളുടെ ഘടനയോടുകൂടിയതും എന്നാൽ ബാക്ടീരിയയേക്കാൾ ചെറുതും വൈറസുകളേക്കാൾ വലുതുമായ സൂക്ഷ്മജീവികളേവ. റിക്കറ്റ്സിയ. ടൈഫസ്, ക്യൂ ഫീവർ എന്നിവയ്ക്ക് കാരണമായ സൂക്ഷ്മജീവികളേവ. റിക്കറ്റ്സിയ. കോശമർമ്മമുള്ള ഏകകോശ ജീവികൾക്ക് ഉദാഹരണമേത്? പ്രോട്ടോസോവ. കവടപാദങ്ങൾ, സീലിയ എന്നിവയുടെ സഹായത്താൽ സഞ്ചരിക്കുന്ന സൂക്ഷ്മജീവികളേവ. പ്രോട്ടോസോവ. അമീബ, പാരമീസിയം എന്നിവ ഏതിനം സൂക്ഷ്മജീവികൾക്ക് ഉദാഹരണങ്ങളാണ്? പ്രോട്ടോസോവ. ആന്റിസെപ്റ്റിക്കുകൾക്ക് ഉദാഹരണങ്ങളേവ? ഈഥൈൽ ആൽക്കഹോൾ, ബോറിക് ആസിഡ്, പൊട്ടാസ്യം പെർമാംഗനേറ്റ്. തറയിലും മറ്റുമുള്ള സൂക്ഷ്മാണുക്കളെ നശിപ്പിക്കാൻ ഉപയോഗിക്കുന്ന വീര്യമേറിയ രാസവസ്തുക്കളേവ? അണുനാശിനികൾ. ആന്റിബയോട്ടിക്കുകൾ പ്രധാനമായും ഏതിനം സൂക്ഷ്മജീവികൾക്കെതിരെയാണ് പ്രവർത്തിക്കുക? ബാക്ടീരിയകൾ. വാക്സിനുകൾ പ്രധാനമായും പ്രതിരോധിക്കുന്നത് ഏതിനം സൂക്ഷ്മജീവികളുടെ ആക്രമണങ്ങളെയാണ്? വൈറസുകളുടെ. കൂടുതൽ ചോദ്യങ്ങൾക്കും മോക്ക് ടെസ്റ്റിനും സന്ദർശിക്കുക www.keralapscgk.com.